എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ കണ്ടാലറിയാം, ഓപ്പണിങ് ഇച്ചിരി പ്ലസ്സിൽ, ഇന്നലത്തെ ക്ലോസിങ്ങിനെക്കാട്ടി കുറച്ച് പ്ലസ്സിലാണെങ്കിൽ പോലും ഇവിടെ നോക്കിയാലറിയാം CPRൻ്റെ ജസ്റ്റ് ഹയർ ലെവൽ ഓപ്പണായി നേരെ ഇറങ്ങിപ്പോരുമായിരുന്നു. വൺ സൈഡ് ഇറക്കമായിരുന്നു. പിന്നീട് ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സെയിം അതുപോലെ തന്നെ. ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി നല്ലൊരു കൺഫേം ട്രെൻഡിൽ വേണമെങ്കിൽ ഇച്ചിരി എടുക്കാമായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, തലേ ദിവസത്തെ CPR മുകളിലാണ് ഇന്നത്തെ CPR. അതുപോലെ ആ ഷെയർ ആണെങ്കിലും ഇൻഡെക്സ് ആണെങ്കിലും, പക്ഷെങ്കിൽ ആ CPR ലെവലിൻ്റെ താഴെ ഇറങ്ങുന്നതെങ്കിൽ ആ ദിവസം അതിനകത്ത് വീക്ക്നെസ് ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നോക്കി പക്ഷെങ്കിൽ ഇവിടെ CPR മുകളിൽ കയറിപ്പോകാനൊരു ചാൻസ് ഉണ്ട്. ഇതതുപോലെ തന്നെ കയറിപ്പോയി അതിനുശേഷം വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട്. അതൊക്കെ മനസ്സിൽ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഇതിലൊക്കെ ട്രേഡ് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ നിഫ്റ്റി മൈനസും ബാങ്ക് നിഫ്റ്റി പ്ലസ്സിലുമായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. കൂടുതലും ഡൗൺ ട്രെൻഡിലായിരിക്കും വരുന്ന മൂവ്മെൻറ്റ്. ഇന്ന് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. നിഫ്റ്റി നോക്കിയാൽ അറിയാം, നിഫ്റ്റി കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡായിരുന്നു. ഇത് ബാങ്ക് നിഫ്റ്റി, ഇത് നിഫ്റ്റി നോക്കിയാൽ കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ്. രണ്ടും ഒരേ സൈഡിൽ തന്നെ പോയി. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു ഇത് മനസ്സിൽ വെച്ചോണം. ഒന്നുകിൽ ഡൗൺ ട്രെൻഡിലായിരിക്കും കൂടുതൽ, ചില സമയത്ത് അപ്പിലായിരിക്കും പോകുന്നത്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കുക, ആ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഇന്നലത്തെ വീഡിയോ ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് മനസ്സിലായവർക്ക് നല്ല രീതിയിൽ ഓപ്ഷൻസിനകത്ത് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാൻ ഗ്രൂപ്പിലാണെങ്കിലും ഗ്രൂപ്പിൽ ഞാൻ അധികം മെസ്സേജ് ഇടത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഇത്രയും ഷെയർ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ട് രാവിലെ ഓരോ ഷെയറും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് കാര്യമില്ല. ഞാനും ട്രേഡറാണ്. അപ്പോൾ ഞാൻ ട്രേഡിങ്ങിന് വേണ്ടി എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന മോർണിംഗ് ടൈമിലാണ്. അപ്പോൾ ഞാൻ ആ ട്രേഡിങ്ങിൽ ബിസി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് കഴിവതും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാതിരിക്കുക. ഞാൻ ഓൾറെഡി വീഡിയോയ്ക്കകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ആ ഷെയറും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രീമിയർ എക്സ്പ്ലോഷൻ ആയിരുന്നു ഏറ്റവും നല്ല ചാൻസ് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നു, നേരെ കയറി 620 വരെ പോയി. 620 വരെ പറഞ്ഞപ്പോൾ R1 മുകളിൽ പോയി. നമുക്ക് R1 കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എൻട്രി എടുക്കും. ഞാൻ കറക്റ്റ് ഈ റേഞ്ചിൽ എൻട്രി എടുത്തു. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തില്ല, ഞാൻ 601 ബുക്ക് ചെയ്തു. പക്ഷേങ്കിൽ നോക്കി, ആ ഒറ്റ ക്യാൻഡിൽ തന്നെ എവിടം വരെ പോയി നോക്ക്, 550 റേഞ്ച് വരെ പോയി. 2 ക്യാൻഡിലുള്ള 550 റേഞ്ച്, അതായത് 60 രൂപ താഴെ പോയി. പക്ഷേ ഞാൻ അതിനകത്ത് അത്രയും എടുത്തില്ല. 8 രൂപയുടെ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത് സെക്കൻഡ് കൊണ്ട് 8 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ആരാണെങ്കിലും കട്ട് ചെയ്യും. പക്ഷേങ്കിൽ അതിനകത്ത് നല്ല ചാൻസ് ഉള്ളതാണെന്ന് അറിയാം. പക്ഷേങ്കിൽ നമ്മൾ അന്നേരത്തെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പെട്ടെന്നുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ വേറെ ഷെയറിനകത്ത് ഇപ്പോൾ ന്യൂക്ലിയസ് ആണെങ്കിലും, ന്യൂക്ലിയസിലില്ല, ആർതി ഫാർമ കറക്റ്റ് പ്രീവിയസ് ഡേ ഹൈ ടച്ച് ചെയ്തു, കുത്തനെ ഇറങ്ങി. നമ്മൾ ഈ റേഞ്ചിൽ 860 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ 20 രൂപയുടെ പ്രോഫിറ്റാണ് കിട്ടുന്നത്. അതുപോലെ SSKക്കകത്ത് വലിയ ഇതില്ല. ഇവിടെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി താഴോട്ട് ഇറങ്ങി 232 നമുക്ക് 227 വരെ 5 രൂപ കിട്ടുന്നുണ്ട്. വിശാഖ ഇൻഡസ്ട്രീസ് നല്ല പ്രോഫിറ്റ് തരുന്നുണ്ട്. ഓപ്പണിംഗ് പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നു, അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി കട്ട് ചെയ്തു. ഇപ്പോൾ 87, 90, 87, 80 എൻട്രി എടുത്താൽ നമുക്ക് 83, 73 നല്ല പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട്. ക്യാപ്ലിൻ പോയിന്റ് ഇവിടെ നോക്കിയറിയാം, ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, നേരെ കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങി എൻട്രി എടുത്ത 2187 എടുത്ത 2152, 35 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. മറാള ഓവർസീസ്, ഇതെല്ലാം ഞാൻ ഇന്നലെ തന്ന ഷെയറാണ്. ഈ ഷെയറുകളെല്ലാം മറാള ഓവർസീസ് ഇവിടെ നോക്കി, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 പോയില്ല, പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നു. ഇവിടെ നമ്മൾ എൻട്രി എടുത്ത
79-90 എടുത്താൽ നമുക്ക് 77 3 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. ബാങ്ക് വണ്ടിയൊക്കെ നല്ല സൂപ്പർ ചാൻസ്. ബാങ്ക് വണ്ടി ഫസ്റ്റ് എൻട്രിയിൽ ഇവിടുന്ന് പോയി, ഇവിടുന്ന് നേരെ 539 നേരെ 513 ഇവിടെ ഒരു പ്രാവശ്യം എടുത്ത് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പോയി ഹൈ അടിച്ചിട്ട് വീണ്ടും തിരിച്ചിറങ്ങുമ്പോൾ ഇവിടെ എൻട്രി എടുക്കുക, വീണ്ടും നല്ലൊരു ഹെവി പ്രോഫിറ്റ്. അതിനുശേഷം പിന്നെ കറക്റ്റ് ആ പഴയ ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങി. അവിടെ വീണ്ടും നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ നല്ല ഒന്നാം തരം പ്രോഫിറ്റാണ് ഈ ഷെയറിനകത്ത്. എത്ര പ്രാവശ്യം ചാൻസ് വന്നെന്ന് നോക്കി. അതുപോലെ BLSC ഓപ്പണിംഗ് ഫ്ലാറ്റായിട്ട് വന്നു, നേരെ പോയി താഴോട്ട് ഇറങ്ങി. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, R2 പോയില്ല. ഇവിടെ എൻട്രി, നമുക്കിവിടെ എൻട്രി ഇടും. 221 എടുത്ത 212 8 രൂപ. ഇപ്പം നമ്മൾ ഇത്ര എടുത്തല്ലോ, 7-8 ഷെയറിനകത്ത് നല്ല ഒന്നാം തരം ചാൻസ്. നമ്മളത് നോക്കിയിരിക്കുക. ചില ഷെയറിനകത്ത് ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഹെവി മൂവ്മെൻ്റ് ഉള്ള സമയത്ത് നമ്മൾ ആ ഷെയറിനകത്ത് കഴിവതും ചെറിയ ട്രേഡ് എടുക്കുക. നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ചെറിയ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുക. അല്ലാത്തവർ ചെറിയ എൻട്രി എടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും നല്ല രീതിയിൽ ട്രേഡിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് കൂടുതലും നമുക്ക് കാര്യങ്ങൾ അറിയണമെന്ന് നമുക്ക് ഇഷ്ടം വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ എങ്ങനെയെങ്കിലും ഒത്തവക്കട്ടെ എന്ന രീതിയിൽ പോകും. അതല്ല, ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ട്രേഡിങ്ങിൽ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനും പറ്റത്തുള്ളൂ. ഞാനെപ്പോഴും പറയും, ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് എടുക്കുന്നതല്ല കഴിവെന്ന് പറയുന്നത്. ലോസ് വരുമ്പം ലോസ് കൺട്രോൾ ചെയ്യുന്നതാണ് കഴിവ്. അതാണ് കഴിവ്. അല്ലാതെ പ്രോഫിറ്റ് എല്ലാവർക്കും എടുക്കാം. ഇപ്പോൾ 10 ദിവസം പ്രോഫിറ്റ് സ്ഥിരം എടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. അടുപ്പിച്ചെടുക്കും, പക്ഷേ ഒറ്റ ദിവസം ഉണ്ടെല്ലാം കൂടെ കൊണ്ട് കളയും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കളയുന്ന ദിവസം എന്താണ് ട്രേഡിൽ തെറ്റ് ചെയ്തതെന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തെ നമ്മൾ ഇത്രയും ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ തത്വചിന്ത എന്ന് പറഞ്ഞ ഈ ഷെയർ 906 ക്ലോസിങ്. ഓപ്പണിങ്ങിൽ ഇത് R1 ഒക്കെ വന്ന് കയറി ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല R2 വരെ പോയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ചാൻസ് കിട്ടും. R1 മുകളിലാണെങ്കിലും നമുക്ക് നല്ല ചാൻസ് ആണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് വരുവാണെങ്കിൽ ശ്രദ്ധിച്ചേ പിന്നെ ചെയ്യാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കയറി ഈ ലെവലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആൽക്കലി ഓപ്പണിംഗ് തൊട്ട് ഇതാണ് എന്താണ് പറയുന്നത്, അപ്പർ ലോക്കാണ്. അപ്പോൾ ഈ ഷെയർ വന്നിട്ട് നാളെ പ്രഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് നോക്കുക. പ്രഡിക്റ്റീവ് ചാനലിൻ്റെ രീതി അറിയാവുന്നവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതല്ല അറിയത്തില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ അത് കിടപ്പുണ്ട്, അത് നോക്കി മനസ്സിലായവർക്ക് ചെയ്യാം, അല്ലാത്തവർ വിട്ടേക്കുക. ഷെയർ HLE ഗ്ലാസ് എന്ന് പറയുന്ന ഈ ഷെയർ, ഇത് 69-70 എനിക്ക് തോന്നുന്നു. ഓപ്പണിങ്ങിൽ ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ ബാങ്ക് പ്രൊഡക്റ്റ് പോയ പോലെ ഈ ഷെയറിനകത്ത് ഇതിന് മുകളിൽ പോയി ട്രേഡ് ആയിക്കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കും. ഈ R4 മുകളിൽ ഇതെല്ലാം അടുപ്പിച്ചായതുകൊണ്ടാണ് ഇത്രയും പിടിക്കുന്നത്. ഇതിന് മുകളിലും പോയ പ്രഡിക്റ്റീവ് ചാനലിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് അവിടെ ചെയ്യാം. ഇപ്പോൾ 380 പോവാണെങ്കിൽ അവിടെ പ്രഡിക്റ്റീവ് ചാനലിൻ്റെ ഒരു എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ നോക്കാം. ന്യൂജൻ സോഫ്റ്റ്വെയർ, ഇത് ഒന്നുകിൽ ഹൈ അല്ലെങ്കിൽ ഈ R1 റേഞ്ചിൽ നിന്ന് ചാൻസ് തരാൻ സാധ്യതയുണ്ട്. അതുപോലെ സാപ്പോളിമേഴ്സ് എന്ന് പറയുന്ന ഈ ഷെയർ, ഈ ലെവല് ശ്രദ്ധിക്കുക. ഈ R1 ലെവലിൽ നിന്ന് ചാൻസ് കിട്ടും, പക്ഷേ അധികമൊന്നും പ്രതീക്ഷിക്കരുത്. വരുവാണെങ്കിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ 2-3 രൂപയ്ക്ക് വേണ്ടി ട്രേഡ് വേണമെങ്കിൽ ചെയ്യാൻ തോന്നുന്നു. CCL പ്രൊഡക്റ്റ്, ഈ ഹൈയോ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഷെയ്ലി എഞ്ചിനീയറിങ് ഇത് 10% ആണ്. അപ്പോൾ നാളെയും ചിലപ്പോൾ നല്ലൊരു ഹെവി മൂവ്മെൻറ്റ് കാണാം ഇതിനകത്ത്. സെൻസാർ ടെക്നോളജിയും R1 പ്രീവിയസ് ഡേ R1 പ്രീവിയസ് ഡേ ഹൈയും നോക്കുക. കിരി ഇൻഡസ്ട്രീസ്, കിരി ഇൻഡസ്ട്രീസിനകത്ത് ഇതിൻ്റെ 711
ഈ 2 ലെവലും പോയി 719ഉം 11ഉം അടിച്ചിട്ട് ഈ 2 ലെവലിൻ്റെയും താഴെ ഇറങ്ങിയാൽ നല്ല ചാൻസ് ആയിരിക്കും ഈ ഷെയറിനകത്ത്. അപ്പോൾ ഈ ഗീരിയൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഈ ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പിന്നെ ജൂബിലന്റ് ഫാർമയും ഈ ഹൈയും R1 അടിച്ചതിന് ഇത് ഹൈ ആണ്. ഈ ഹൈയും R1നും മുകളിൽ പോയതിനു ശേഷം ഈ 2 ലെവലിൻ്റെ താഴെ ഇറങ്ങിയാൽ ചിലപ്പോൾ നല്ല ചാൻസ് തരും. കിറ്റെക്സിൻ്റെ ഞാൻ നോക്കിക്കോട്ടെ. കിറ്റെക്സിനകത്ത് എനിക്ക് ഡൗട്ടുണ്ട്. അതിൻ്റെ അപ്പർ സർക്യൂട്ട് 5% അത് നമ്മൾ ചെയ്യേണ്ട. കിറ്റെക്സ് 304. അപ്പോൾ ഈ കിറ്റെക്സ് അവോയ്ഡ് ചെയ്യണ്ട. അതിനകത്ത് ട്രേഡ് എടുക്കേണ്ട, അത് വിട്ടേരെ. കിറ്റെക്സ് ചെയ്യണ്ട. അത് 5% റിസ്ക് കൂടുതലാണ്. കിറ്റെക്സ് വേണ്ട. അപ്പോൾ ഇത് നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്യുക. നസാര ടെക്നോളജിയും വന്നിട്ട് ഈ ലെവലിൽ ഏതെങ്കിലും 312 ഈ ലെവൽ ഏത് ലെവലിൽ നിന്നാണ് ഫസ്റ്റ് തിരിയുന്നത് അവിടെ നിന്ന് നല്ല ചാൻസ് തരാൻ സാധ്യത. നല്ല ചാൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി 50 രൂപ 100 രൂപ അങ്ങനല്ല, ഒരു 20-30 രൂപയിലോട്ട് പ്രോഫിറ്റിലോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. ഹൈയോ R1 R2 ഈ റേഞ്ചിൽ. അതുപോലെ ഈ റെഡിങ്ടൺ പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡിങ്ടനകത്ത് ഇതിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസ് ശ്രദ്ധിച്ചേ. ഇതിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസ് ഈ ലെവല് ഇത് ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക. എപ്പോൾ ഈ ലെവലിൽ മുകളിൽ പോയിട്ട് ഇറങ്ങുന്നോ ആ സമയത്ത് ചാൻസ് എടുക്കുക. എനിക്ക് തോന്നുന്നു ഈ ലെവലിൽ ഇത് വീണ്ടും ഇത് തിരിഞ്ഞു പോകാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഒരു ഷെയറോടെ ഞാൻ ഇട്ട് തരാം. പ്രീമിയർ എക്സ്പോ, അതിൻ്റെ ഒരു ഹൈ അതതിനകത്ത് ഇടണ്ട, ഇവിടെ കാണിക്കുക. ഇത് കണ്ടില്ലേ ഇതിൻ്റെ പിന്നെ അല്ല അത് ഇട്ട് നോക്കാം. അതിനകത്ത് 621 65 621 65 550 550 ക്ലോസിങ് 556 10. അതിനകത്ത് വോളിയൊക്കെ നല്ല രീതിയിലുള്ളത് അവിടെ നമുക്ക് ഇവിടെ കാണാം. 2 വോളിയം 39 ലക്ഷത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സെല്ലിംഗ് ആണ് ഈ ഷെയർ. നാളെ ഈ ഷെയറിനകത്തും ഇതിൻ്റെ ആവറേജ് പ്രീമിയർ ആവറേജ് വന്നിട്ട് 569. ഇവിടെ ആവറേജ് 569. ഓപ്പണിങ്ങിൽ ഇതിന് മുകളിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചിലപ്പോൾ 569 ചിലപ്പോൾ 500 ഇതിൽ പോയി അടിക്കാനൊരു ചാൻസ് ഉണ്ട്. ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിലും എടുക്കാം. അതല്ല നിങ്ങൾക്ക് ഈ 69 താഴെ മുകളിൽ പോയിട്ട് 69 താഴെ ട്രേഡ് ആയാൽ ഈ റേഞ്ചിലും നമുക്ക് ചാൻസ് എടുക്കാം. ഇതെല്ലാം നമുക്ക് സാധ്യതകളാണ്. നിങ്ങൾ വന്നിട്ട് ചാൻസ് കൂടുതൽ അങ്ങനെ തരാനാണ് ചാൻസ്. അപ്പം നിങ്ങളത് മാക്സിമം ലൈവ് മാർക്കറ്റ് അന്നേരം പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. നോക്കിയിരിക്കുന്നവർക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയർ. അപ്പം ഞാൻ ഇതൊക്കെ വീഡിയോ കാണുന്നവർ നോക്കിയാൽ മതി, അല്ലാത്തവർക്ക് അത് മാർക്ക് ചെയ്ത് സ്ക്രീൻഷോട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് കാര്യം മനസ്സിലാവും, അല്ലാത്തവർ വിട്ടേക്കുക. കാണാത്തവർക്ക് വേണ്ട അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ എന്താണ് പറയുന്നത്, നമ്മളിങ്ങനെ എല്ലാം കലക്കി കുറുക്കി കയ്യിലോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് കാര്യം മനസ്സിലായെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.